മൂടിവച്ച പാപം ഒരാളെ രോഗിയാക്കും. എന്നാൽ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാൽ ആ രോഗത്തിന് ശമനം വരും. ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല മനുഷ്യരും മനസ്സിൽ എഴുതി പിടിപ്പിക്കട്ടെ. മൂടിവച്ച പാപം ഒരാളെ, ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക്, ഏതെങ്കിലും ഒരു പാപം ഞാനിപ്പോൾ മൂടിവെച്ചിട്ടുണ്ടോ? ഏറ്റുപറയാതെ മൂടിവെച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും മുമ്പിൽ മനസ്സ് തുറക്കാതെ മൂടിവെച്ചിട്ടുണ്ടോ? ഞാൻ ദൈവസന്നിധിയിൽ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞതാണ്, പക്ഷെ ഞാൻ മൂലം മുറിവേറ്റൊരാൾ മുറിവുണങ്ങാതെ ഇരിക്കുന്നുണ്ടോ? ഞാൻ മൂലം വേദനിച്ചൊരാൾ വേദന മാറാതെ ഇരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തിരുത്തപ്പെടണം, എങ്കിൽ എൻ്റെ മേൽ ദൈവം കരം നീട്ടുമെന്ന് ഇന്നിവിടെ ഇരുന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഒരാൾ രോഗിയാകാനുള്ള ഒന്നാമത്തെ കാരണം മൂടിവെച്ച പാപമാണ്. ഇതിങ്ങനെ ഏറ്റുപറഞ്ഞത് കൊണ്ടൊന്നും പ്രയോജനമില്ല. അങ്ങനെ വല്ലതും കയ്യിരിപ്പുണ്ടെങ്കിൽ ഇന്ന് തന്നെ പരിഹാരം വരുത്തണം. ഹല്ലേലൂയ. അങ്ങനെ വല്ലതും കയ്യിരിപ്പുണ്ടെങ്കിൽ ഇന്ന് തന്നെ പരിഹാരം വരുത്തും. എന്നോട് മൊത്തത്തിൽ ആളുകൾ പറയുന്നത് നടപ്പിലാക്കാൻ പറ്റാവുന്ന കാര്യങ്ങളൊന്നും അച്ഛൻ പ്രസംഗിക്കാറില്ല എന്നാണ്. എന്നോട് മൊത്തത്തിലേ ആളുകൾ പറയുന്നത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കാര്യവും അച്ഛൻ പ്രസംഗിക്കാറില്ല എന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ ആളുകളുടെ ധാരണ ഇത് പാറേക്കര അച്ഛന് താല്പര്യം ഉണ്ടായിട്ട് പറയുന്ന എന്തോ സംഗതിയാണെന്നാണ്. നെവർ. ഇത് അച്ഛൻ്റെ പ്രസംഗമല്ല, ഇത് യേശുക്രിസ്തുവിൻ്റെ പ്രസംഗമാണ്. അത് നിങ്ങൾ കേൾക്കുന്നത് അച്ഛൻ്റെ നാവിലൂടെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അച്ഛൻ പറയുന്ന കാര്യമാണെന്ന് ഇതിനെ തുച്ഛീകരിക്കേണ്ട. ഇത് ദൈവം ആവശ്യപ്പെടുന്ന കാര്യമാണ്. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഇവിടെ വന്നിട്ടുള്ള സകല രോഗികളെയും ഇവിടെ വെച്ച് ഇന്ന് സുഖപ്പെടുത്തണമെന്ന് യേശുവിന് താല്പര്യമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ വന്നിട്ടുള്ള സകല രോഗികളെയും ഇവിടെ വെച്ച് ഇന്ന് സുഖപ്പെടുത്തണമെന്ന് യേശുവിന് താല്പര്യമുണ്ട്. വ്യവസ്ഥയാണ് കർത്താവ് ഈ പറയുന്നത്. ഹല്ലേലൂയ. അതിനുള്ള വ്യവസ്ഥയാണ് കർത്താവ് ഈ പറയുന്നത്. അത് ഞാൻ പാലിച്ചാൽ ഇന്ന് തന്നെ അത് സംഭവിക്കും. ആമേൻ. നാളത്തേക്ക് അത് മാറ്റി വയ്ക്കില്ല തമ്പുരാൻ. ഇന്ന് തന്നെ അത് സംഭവിക്കും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഒരാൾ രോഗിയാകാനുള്ള ഒന്നാമത്തെ കാരണം പറഞ്ഞു, മൂടിവെച്ച, ഏറ്റുപറയാത്ത, ഉള്ളിൽ ഒതുക്കി വെച്ച, ഇപ്പോഴും താലോലിക്കുന്ന പാപമാണ്. പാപമാണ് ഒരാളെ രോഗിയാക്കുന്നത്. രണ്ടാമത്തെ കാരണം, ഒരാൾ രോഗിയാകാനുള്ള രണ്ടാമത്തെ കാരണം അതിങ്ങനെയാണ്. അത് കുറച്ച് മനഃശാസ്ത്രവും കൂടെ ചേർത്ത് പറയേണ്ടതാണ്. ഒരാളുടെ ഉള്ളിലുണ്ടാകുന്ന ഭയവും അതിൽ നിന്ന് ഉടലെടുക്കുന്ന ഉത്കണ്ഠയും ഒരാളെ രോഗിയാക്കും. ഉള്ളിൽ തട്ടുന്ന ഭയവും അതിൽ നിന്ന് ഉടലെടുക്കുന്ന ഉത്കണ്ഠയും ഒരാളെ രോഗിയാക്കും. അതാണ് ഒരാൾ രോഗിയാകുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം. ഉള്ളിൽ കയറിക്കൂടുന്ന ഭയം, അതിൽ നിന്ന് ഉടലെടുക്കുന്ന ഉത്കണ്ഠ, ആങ്സൈറ്റി. ഭയം ഒരാളുടെ ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റിക്കും. സത്യമല്ലേ? പെട്ടെന്നൊരു ഷോക്കുണ്ടായാൽ നമ്മുടെ ഹൃദയമിടിക്കുന്ന ഒച്ച നമുക്ക് തന്നെ കേൾക്കാൻ പറ്റും. ശരിയല്ലേ? പടപട 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 എന്ന് ചങ്കിടിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ലേ? പ്രിയപ്പെട്ടവരെ, ഭയം ഒരാളുടെ ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റിക്കും. ഭയം ഒരാളുടെ തലയ്ക്ക് പെരുപ്പും തലകറക്കവും ഉണ്ടാക്കും. പെട്ടെന്നുണ്ടാകുന്ന ഒരു ഷോക്ക് അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന ഒരു ഭയം ഒരാൾക്ക് തലകറക്കം ഉണ്ടാക്കും. ചിലപ്പോൾ താഴെ പോവും, ചിലപ്പോൾ തലയ്ക്ക് പെരുപ്പ്, ബ്ലെയിമായി പോവും, എവിടെയാണ് നിൽക്കുന്നതെന്ന് പോലും മറന്നുപോകും. ഭയം ഒരാളുടെ ശരീരത്തിന് വിറയലും ബലം നഷ്ടപ്പെട്ട അവസ്ഥയും ഉണ്ടാക്കും. ഭയം ഒരാളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കും. ഇത് നീണ്ടു നിന്നാൽ അത് ചില സ്ഥായിയായ രോഗങ്ങളായി രൂപപ്പെട്ടു വരും. ഭയം ഉള്ളിൽ തട്ടിയാൽ ശരീരത്തിലെ ചില ഭാഗങ്ങളുടെ ചലനം തന്നെ നഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ ശരീരം തന്നെ ചലനശേഷി നഷ്ടപ്പെട്ടു പോകും. ഭയം നീണ്ടു നിന്നാൽ, അതുമൂലമുള്ള ഉത്കണ്ഠ നീണ്ടു നിന്നാൽ ഒരുപക്ഷെ വിട്ടുമാറാത്ത തലവേദനയായി അത് മാറാം. ശരീരത്തിൽ എവിടെയെങ്കിലും വേദനയായോ മരവിപ്പായോ അത് മാറാം. നമ്മൾ തിരിച്ചറിയണം, ഭയം ഒരാളെ രോഗിയാക്കി തീർക്കും. ഞാനിപ്പോൾ ഓർക്കുന്നത്, എനിക്ക് രഞ്ജിത്ത് എന്ന പേരുള്ള ഒരു സ്നേഹിതനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു കോഴ്സിന് പഠിക്കുമ്പോൾ ഒരു ഹോസ്റ്റലിൽ താമസിക്കുക. തിരുവനന്തപുരത്താണ് സംഭവം. ഞങ്ങൾ ഒരു ദിവസം കൂട്ടുകൂടി ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. ഈ വഴിയുടെ പ്രത്യേകത, രണ്ട് വശത്തും 8 അടി പൊക്കത്തിൽ മതിൽ കെട്ടി വച്ചിരിക്കുക. ഇതിൻ്റെ നടുവിലുള്ള വഴിയിലൂടെ വേണം ഞങ്ങൾക്ക് നടക്കാൻ. ഞങ്ങളൊരു 5-6 പേരുണ്ട്. വർത്തമാനമൊക്കെ പറഞ്ഞ് എല്ലാം മറന്നിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ മതിൽക്കെട്ടിൻ്റെ അരികത്തെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്ന വലിയ കൂറ്റൻ അൽസേഷൻ പട്ടി ഈ മതിലിൻ്റെ മുകളിൽ കയറിയിരിക്കുമായിരുന്നു. ഞങ്ങൾ കണ്ടില്ല. ഈ പട്ടിക്കൊരു സ്വഭാവമുണ്ട്.
അതുവഴി നടന്നു പോകുന്ന ആളുകൾ അങ്ങ് കടന്നു പോയി കഴിയുമ്പോൾ ഇവനൊരു കുര വരയ്ക്കും. പ്രിയപ്പെട്ടവരെ, അതുവഴി കടന്നു പോകുന്ന ആളുകളുടെ പകുതി പ്രാണൻ അവിടെ നിന്ന് പോകും. ഈ ആളുകളിങ്ങനെ മുൻപോട്ടങ്ങ് നടന്നു പോവുമല്ല, ഈ പട്ടി മതിലേ നിന്നൊരു ഒറ്റ കുരയും ഒരു ചാട്ടവും. എൻ്റെ അമ്മോ എന്നൊരു വിളി കേട്ടു. എൻ്റെ സ്നേഹിതൻ രഞ്ജിത്താണ് വിളിച്ചത്. പിന്നെ ഇവനൊരൊറ്റ പാച്ചിലാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കക്ഷിക്ക് മനസ്സിലായില്ല. പ്രിയപ്പെട്ടവരെ, അതൊരു ഒന്നൊന്നര ഓട്ടമായിരുന്നു. ഞാനും പേടിച്ചു. എൻ്റെ ചങ്ക് പടപടാന്നിടിച്ചെങ്കിലും പട്ടിയെ ഞാൻ കണ്ടു. പട്ടി ആരോ കുനിഞ്ഞ് കല്ലെടുക്കാൻ പോയപ്പോൾ പട്ടി അതിനേക്കാൾ സ്പീഡിൽ ഓടി. ആ സംഭവം അവിടെ തീർന്നു. പക്ഷേ സംഭവം തീർന്നില്ല. വൈകിട്ട് ഹോസ്റ്റലിലെത്തി എല്ലാവരും അത്താഴമൊക്കെ കൊണ്ട് കിടന്ന് ഉറക്കത്തിലേക്ക് അങ്ങ് വഴുതാൻ തുടങ്ങിയപ്പോൾ രഞ്ജിത്ത് കിടന്ന കട്ടിലിൽ നിന്ന് ആ കെട്ടിടം കുലുങ്ങുമാർ 8 ദിക്കുമാറും പൊട്ടുമാർ ഉച്ചത്തിൽ എൻ്റെ അമ്മോ എന്നൊരു നിലവിളി. പകൽ വിളിച്ച അതേ വിളി ഉറക്ക പിന്നെയും വിളിക്കുകയാണ്. എല്ലാവരും ഞെട്ടി കൊണ്ടിരുന്നു. 10-40 പേര് ആ കെട്ടിടത്തിൽ താമസമുണ്ട്. എല്ലാവരും പേടിച്ച് ഓടി വന്നു. ഞാൻ പറഞ്ഞു, സാരമില്ല, പകൽ പട്ടിയെ കണ്ട് പേടിച്ചതിൻ്റെ വിളിയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും പോയി കിടന്നു. 10 മിനിറ്റ് കഴിഞ്ഞില്ല, വീണ്ടും കേട്ടു എൻ്റെ അമ്മോ എന്നൊരു വിളി. സത്യത്തിൽ അന്നത്തെ രാത്രി ആ പ്രദേശത്ത് ഒരു മനുഷ്യനും ഉറങ്ങിയില്ല. അന്ന് മാത്രമല്ല, പിറ്റേ ദിവസം ഉറങ്ങിയില്ല. ഈ കക്ഷി ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഈ കക്ഷി കണ്ണടയ്ക്കുമ്പോൾ ഈ രംഗം കാണും. അപ്പോൾ വീണ്ടും അമ്മറി വിളിക്കും. പ്രിയപ്പെട്ടവരെ, ഒടുവിൽ ഒറ്റയ്ക്ക് ഇയാളെ കിടത്തിയാൽ പ്രയാസമാകുമെന്ന് കണ്ട് 2 പേർ ഇടവും വലവും കിടന്ന അന്ന് രാത്രിയാണ് അയാൾ ഉറങ്ങിയത്. പിന്നെ 3-4 മാസങ്ങൾക്ക് ശേഷമാണ് അയാൾ നോർമലായത്. ഭയമുള്ളിൽ തട്ടിയാൽ ഒരാൾ രോഗിയാകും. പ്രിയപ്പെട്ടവരെ, ഇനി വേറൊരു സംഭവം പറയാം. ഒരു പെൺകുട്ടിക്ക് വിവാഹ ജീവിതത്തെക്കുറിച്ച് ഭയമായിരുന്നു. നിർബന്ധിച്ച പെൺകുട്ടിയുടെ വിവാഹം നടത്തി. ഭർത്താവ് എന്ന പുരുഷനെ ആ പെൺകുട്ടിക്ക് ഭയമാണ്. വിവാഹ ജീവിതവും ആ പെൺകുട്ടിക്ക് ഭയമാണ്. ആ പെൺകുട്ടിക്ക് വിവാഹ ദിവസം തന്നെ ഭയങ്കരമായിട്ട് പനിയുണ്ടായി. തലേ ദിവസം രാത്രി തുടങ്ങിയതാണ് വിറച്ചിട്ടുള്ള പനി. 104 ഡിഗ്രി പനിയാണ്. പ്രിയപ്പെട്ടവരെ, വിവാഹാനന്തരം പനി ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ചു. പക്ഷേ പനി മാറുന്നില്ല. 1 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, പനി മാറുന്നില്ല. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, പനി മാറുന്നില്ല. പനി മാറാതെ വന്നാൽ വിവരമുള്ളവർക്കറിയാം, പനിയൊരു രോഗമല്ല, പനിയൊരു രോഗലക്ഷണമാണ്. പനിയൊരു രോഗമല്ല, പനിയൊരു രോഗലക്ഷണമാണ്. വിശദ പരിശോധന നടത്തി. പ്രിയപ്പെട്ടവരെ, എന്തിനേറെ പറയുന്നു, ചുമ്മാ കളഞ്ഞു. അച്ഛൻ ആദ്യം പറഞ്ഞ പോലെ ഒരു 10,75,000 രൂപ എല്ലാ പരിശോധനയും നടത്തി. പക്ഷെ ഒരു രോഗവുമില്ല, പനി മാറുന്നില്ല. 1 കൊല്ലം ഈ പെൺകുട്ടിക്ക് പനിച്ചു. 104 ഡിഗ്രി ടെമ്പറേച്ചറാണ്. ശരീരം ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. എല്ലാ ഗതിയും മുട്ടുമ്പോഴാണല്ലോ ആളുകൾ ദൈവത്തെ അന്വേഷിച്ച് പോണത്. ഹല്ലേലൂയ! അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എല്ലാ ഗതിയും മുട്ടുമ്പോഴാണല്ലോ ആളുകൾ ദൈവത്തെ അന്വേഷിച്ച് പോണത്. അപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് പോയി. ആ കൂട്ടത്തിൽ ഈ പെൺകുട്ടി എൻ്റെ മുമ്പിൽ വന്നു പെട്ടു. സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ, 1 വർഷമായി പനി തുടങ്ങിയിട്ട്. അച്ഛന് ഇൻ്റർവ്യൂ തുടങ്ങി. എപ്പോഴാണ് ആദ്യമായിട്ട് പനിച്ചത്, എന്നാണിത് തുടങ്ങിയത്, ചോദിച്ചും പറഞ്ഞും വന്ന 5 മിനിറ്റിനുള്ളിൽ അച്ഛനും കാര്യം മനസ്സിലായി. വിവാഹ ജീവിതത്തെക്കുറിച്ചും ഭർത്താവെന്ന പുരുഷനെക്കുറിച്ചുമുള്ള ഈ പെൺകുട്ടിയുടെ ഭയത്തിൽ നിന്നാണ് ഈ പനി ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി അറിയാതെ തീർത്തൊരു പ്രതിരോധമാണ്. കുടുംബജീവിതത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി സ്വയം തീർത്ത ഒരു പ്രതിരോധമാണ്. പിന്നെ ക്ലാസ് എടുത്തു. ഒരുപാട് മണിക്കൂറുകൾ സംസാരിച്ചു. പിന്നെ ഒരുപാട് നേരം പ്രാർത്ഥിച്ചു. വീണ്ടും 3 പ്രാവശ്യം കൂടി കണ്ടപ്പോൾ ഈ പനി കംപ്ലീറ്റ് മാറി. പിന്നെ ഇതുവരെ പനിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒരു കുഴപ്പമുണ്ടായി. 1 വർഷക്കാലം നീണ്ടുനിന്ന ഈ ഹൈ ടെമ്പറേച്ചർ, 104 ഡിഗ്രി ടെമ്പറേച്ചർ ആ പെൺകുട്ടിയുടെ പ്രത്യുൽപാദന പ്രക്രിയയെ മുഴുവൻ തകരാറിലാക്കി. വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6-7 വർഷം കഴിഞ്ഞിട്ടും ആ പെൺകുട്ടിക്ക് അമ്മയാകാൻ കഴിഞ്ഞിട്ടില്ല. ഓർക്കണം, ഭയം ഒരാളെ, നിങ്ങളീ പറയുന്നതെല്ലാം നിങ്ങളുടെ ജീവിതവുമായി തട്ടിച്ചു വെച്ച് പരിശോധിക്കുക. ഭയം ഒരാളെ രോഗിയാക്കി തീർക്കും. ഭയത്തിൽ നിന്ന് ഉടലെടുക്കുന്ന രോഗം അത് ഒരുപാട് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുമെന്ന് നാം തിരിച്ചറിയണം. ഇനി അതിന് വേദപുസ്തകത്തിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ അച്ഛൻ പറയാം. ഒന്നാമത്തെ ഉദാഹരണം, ഭയം ഒരാളെ രോഗിയാക്കും. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 28-ാം അധ്യായത്തിൽ ശൗൽ രാജാവിൻ്റെ ഭയത്തെക്കുറിച്ച് ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭയം ഒരാളെ രോഗിയാക്കുമെന്നതിന് ഒന്നാമത് തരുന്ന ഉദാഹരണമാണ് ശൗൽ രാജാവ്. ഈ ശൗൽ രാജാവിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. ശൗൽ രാജാവ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ദൈവഹിതം എന്താണെന്നറിയാൻ അരുളപ്പാട് ചോദിച്ചു കൊണ്ടിരുന്നത് ശമൂവേൽ പ്രവാചകനോടായിരുന്നു. എന്നാൽ ശമൂവേൽ പ്രവാചകൻ മരിച്ചുപോയി.
ശമൂവേൽ പ്രവാചകൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ശൗൽ രാജാവിന് ഫെലിസ്ത്യരുമായിട്ടൊരു യുദ്ധമുണ്ടായി. ശൗൽ രാജാവ് ദൂരെ മാറി നിന്ന് ഫെലിസ്ത്യ സൈന്യത്തെ നോക്കിയപ്പോൾ പേടിച്ചുപോയി. വെട്ടുക്കിളികളെപ്പോലെ ഒരു കൂട്ടം. തൻ്റെ കയ്യിലുള്ള സൈന്യബലത്തിൻ്റെ 4 മടങ്ങുണ്ട് ഫെലിസ്ത്യ സൈന്യം. അവരോട് ഏറ്റുമുട്ടാൻ പോയാൽ എന്താകും? ഉള്ളിൽ ആശങ്കയായി. ആശങ്ക ഉച്ചസ്ഥായിയിലെത്തിയപ്പോൾ അരുളപ്പാട് ചോദിക്കാമെന്ന് ഇദ്ദേഹം വിചാരിച്ചു. പക്ഷേ ശമൂവേൽ പ്രവാചകൻ ജീവിച്ചിരിപ്പില്ല. പിന്നെ ആരോട് ചോദിക്കും? സാധാരണ അരുളപ്പാട് ചോദിക്കുന്നത് ആരോടാ? പ്രവാചകന്മാരോട് ചോദിക്കാം, വെളിച്ചപ്പാടന്മാരോട് ചോദിക്കാം. അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിലും രീതി. ഈ ശൗൽ രാജാവ് മുമ്പൊരു കാര്യം ചെയ്തിരുന്നു. വെളിച്ചപ്പാടന്മാരായ സകലരെയും വെളിച്ചപ്പാടത്തിമാരെയും തൻ്റെ രാജ്യത്ത് നിന്ന് പുറത്താക്കി. ആരെങ്കിലും മേലാൽ ലക്ഷണം നോക്കുകയോ വെളിച്ചപ്പാട് പറയുകയോ ചെയ്താൽ അവരെ വെട്ടിക്കളയുമെന്ന് ഉത്തരവിട്ടു. അതുകൊണ്ട് സകല വെളിച്ചപ്പാടന്മാരും നാടുവിട്ടു പോയിരുന്നു. എങ്കിലും ആ നാട്ടിൽ ഒരു വെളിച്ചപ്പാടത്തി പ്രിയപ്പെട്ടവരെ താമസിക്കുന്നുണ്ടായിരുന്നു. എൻദോർ എന്ന സ്ഥലത്താണ് അവൾ താമസിച്ചിരുന്നത്. രഹസ്യമായിട്ടായിരുന്നു അവളുടെ ബിസിനസ്. പരസ്യമായിട്ടായാൽ രാജാവ് കൊന്നുകളയുമെന്ന് അവൾക്ക് പേടിയുണ്ട്. രാജാവ് തൻ്റെ അനുചരന്മാരെ വിളിച്ച് ചോദിച്ചു, ശൗൽ രാജാവ്, എനിക്കൊരു വെളിച്ചപ്പാട് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ പേടിച്ച് മന്ത്രി പറഞ്ഞു, ഇന്നിടത്തൊരു സ്ത്രീ ഇരിപ്പുണ്ട്, അവർ പേടിച്ചിട്ട് ഒളിവിലിരുന്നാണ് അത് ചെയ്യുന്നത്. നീ രാജാവാണെന്നറിഞ്ഞാൽ അവൾ വെളിച്ചപ്പാട് പറയില്ല, അപ്പം തന്നെ നാട് വിട്ടുപോകും. അതുകൊണ്ട് വേഷം മാറിപ്പോകണം. ശൗൽ രാജാവ് വേഷം മാറി എൻദോറിൽ ചെന്ന് വെളിച്ചപ്പാടത്തിയെ കണ്ടു. രാത്രിയാ. എന്താ വന്നേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. എന്താ അത്? എനിക്ക് ഒരാളെ വിളിച്ചു വരുത്തി തരണം, ഒരു കാര്യം ചോദിക്കാനാണ്. ആരാ? ശമൂവേൽ എന്ന് പേരുള്ള ഒരാളെ. നിങ്ങളാ വേദഭാഗം വായിച്ചാൽ അറിയാം. വെളിച്ചപ്പാട് തീരുന്ന അവൾക്കറിയാവുന്ന മന്ത്രമൊക്കെ ചൊല്ലി വിളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പാതാളത്തിൽ നിന്നൊരാൾ കയറി വരുന്നത് അവൾ കണ്ടു. അലമുറയിട്ട വെളിച്ചപ്പാടത്ത് കരയാൻ തുടങ്ങി. നീ എന്നെ ചതിച്ചിരിക്കുന്നു. ഈ കയറി വരുന്നത് ഒരു മനുഷ്യനല്ല, ഒരു ദേവനാണ് കയറി വരുന്നത്. സൂര്യ തേജസ്സാണ് അയാളുടെ മുഖത്ത്. എനിക്ക് ഭയമാകുന്നു എന്ന് വെളിച്ചപ്പാടത്തി അലമുറയിട്ട് കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, കയറി വന്നത് വേറെ ആരുമായിരുന്നില്ല, ശമൂവേൽ പ്രവാചകനായിരുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ശമൂവേൽ പ്രവാചകൻ വന്നപ്പോൾ ശൗൽ രാജാവ് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ശമൂവേൽ പ്രവാചകൻ ശൗലിനെ ശാസിച്ചു, എനിക്ക് നീ എൻ്റെ വിശ്രമത്തിൽ നിന്ന് ഭംഗം വരുത്തിയിരിക്കുന്നു. നീ ചെയ്തത് മാരകമായ തെറ്റാണ്. ശൗൽ, ഫെലിസ്ത്യരുമായിട്ടുള്ള യുദ്ധത്തിൽ നീയും നിൻ്റെ ആൺമക്കളെല്ലാവരും കൊല്ലപ്പെടും. നിൻ്റെ വംശം ഇവിടെ അസ്തമിച്ചു പോകാൻ പോകുകയാണ്. ഇത് കേട്ടപാടെ 28-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, പെട്ടെന്ന് ശൗൽ രാജാവ് നെടുനീളത്തിൽ നിലത്തു വീണു. ശമൂവേലിൻ്റെ വാക്കുകൾ നിമിത്തം അവൻ ഏറ്റവും ഭയപ്പെട്ടു. അവനിൽ ഒട്ടും ബലമില്ലാതെയായി. അന്ന് രാവും അന്ന് പകലും അവനൊന്നും ഭക്ഷിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഭയം ശൗലിനെ നിലത്ത് വീഴ്ത്തി. ഭയം ശൗലിനെ രോഗിയാക്കി. ഭയം ശൗലിൻ്റെ വിശപ്പും ദാഹവും നഷ്ടപ്പെടുത്തി. ഭയം ആളുകളെ രോഗികളാക്കും. ഉള്ളിൽ തട്ടുന്ന ഭയം ഒരാളെ രോഗിയാക്കി തീർക്കും. അത് അടയാളപ്പെടുത്താനാണ് ഈ സംഭവം പറഞ്ഞത്. ഭയം ഒരാളെ രോഗിയാക്കും. പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾ ഒന്നിനെയും ഒരിക്കലും ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. ദൈവമക്കൾ ഒന്നിനെയും ഒരിക്കലും ഭയപ്പെടുകയില്ല. ഭയപ്പെടുന്നവർക്ക് ദൈവമക്കളെന്ന പദവിക്ക് അർഹതയില്ല. ഹല്ലേലൂയ. ഭയം ഒരാളെ രോഗിയാക്കും. വേറൊരു തെളിവും കൂടെ പറയാം. രണ്ടാമത്തെ ആൾ, ഭയം മൂലം രോഗിയായ രണ്ടാമത്തെ ആൾ, അയാളും ഒരു രാജാവാണ്. ചില്ലറ രാജാവല്ല, ഒരു വലിയ രാജാവാണ്. ബൽശസ്സർ. ദാനിയേൽ പ്രവചനത്തിലാണ് ഈ രംഗം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ബൽശസ്സർ രാജാവ് ആരായിരുന്നു? ബൽശസ്സർ എന്നറിയാമോ? നെബൂഖദ്നേസർ രാജാവിൻ്റെ മകനാണ്. ബാബിലോൺ കടുവ എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച പ്രതാപവാനായ ബാബിലോൺ ചക്രവർത്തിയുടെ മകനാണ്. ഈ ബൽശസ്സർ രാജാവ് ഒരിക്കൽ തൻ്റെ രാജകൊട്ടാരത്തിൽ ഒരു വലിയ വിരുന്നൊരുക്കി. വിരുന്ന് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ വലിയ താല്പര്യമുള്ള കാര്യമാണല്ലോ. ഇടയ്ക്കിടെ എന്തെങ്കിലും കാരണം പറഞ്ഞ് വിരുന്നൊരുക്കുന്നത് നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. വിരുന്നൊരുക്കുക എന്ന് പറഞ്ഞാൽ അതിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം കള്ളു കുടിക്കുക എന്നുള്ളതാണല്ലോ. അവരെ സംബന്ധിച്ചും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, രാജാവ് വിരുന്നൊരുക്കി. വിരുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം കള്ളായിരുന്നു. അവരിരുന്ന് നന്നായിട്ട് അങ്ങ് ആസ്വദിച്ചു. കള്ള് മൂത്ത് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് കണ്ണ് കാണാതെയാവും. ശരിയാണോ? എനിക്കറിയാൻ മേലാത്തതുകൊണ്ടാണ് ചോദിക്കണേ. ഇവിടെ കള്ള് കുടിക്കുന്നവരാരും വന്നിട്ടില്ല, പിന്നെ ഞാൻ ഇനി ആരോട് ചോദിക്കും? ഇങ്ങോട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. കള്ള് മൂത്ത ചില ആളുകൾക്ക് കണ്ണ് കാണാതെയാവും.
ബൽശസ്സർ രാജാവിന് കള്ളുമൂത്തപ്പോൾ ഒരു പുതിയ വികാരം ഉണർന്നു. അദ്ദേഹം അവിടെ ഇരുന്ന് പറഞ്ഞു, ആരെവിടെ? നിങ്ങൾക്കറിയോ, എൻ്റെ അപ്പം വലിയ പുള്ളിയായിരുന്നു, നെബൂഖദ്നേസർ. അവൻ്റെ പേര് കടുവ എന്നായിരുന്നു, ബാബിലോൺ കടുവ. എൻ്റെ അപ്പം വലിയ പരാക്രമിയായിരുന്നടോ. പണ്ട് യഹൂദന്മാരുടെ യെരുശലേം പട്ടണം എൻ്റെ അപ്പൻ ചുട്ടുകളഞ്ഞു, ചുട്ട് ചാമ്പലാക്കി കളഞ്ഞു, ഉഴുതുമറിച്ചു. അവിടെ നിന്ന് പോന്നപ്പോൾ അവിടെ നിന്ന് വിലപിടിപ്പുള്ള ഒരുപാട് സംഗതികൾ എൻ്റെ അപ്പൻ കൊള്ളയിട്ട് കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ യഹൂദന്മാർ അവരുടെ ദൈവാലയത്തിൽ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന പൂജാപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ സ്വർണവും വെള്ളിയും കൊണ്ടുണ്ടാക്കിയതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ? കൊണ്ടുപോവാ, എല്ലാം എടുത്തുകൊണ്ട് പോവാ. അതിനകത്താണ് ഇനി നമ്മൾ മദ്യം കുടിക്കാൻ പോകുന്നത്. ഒന്നോർത്തേ പ്രിയപ്പെട്ടവരെ, കള്ള് മൂത്ത കണ്ണ് കാണാണ്ടാവൂല്ലേ? ബൽശസ്സർ രാജാവ് അഹങ്കരിച്ചിട്ട് ദൈവാലയത്തിലെ പൂജാപാത്രങ്ങൾ കൊണ്ടുവന്നിട്ട് അതിനകത്ത് മദ്യമൊഴിച്ച് അവനും അവൻ്റെ ഭാര്യമാരും വെപ്പാട്ടിമാരും അവൻ്റെ വിരുന്നുകാരായ എല്ലാവരും മൂക്കറ്റം കുടിച്ചു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മദ്യം പകർന്ന ബൽശസ്സർ രാജാവും കൂട്ടുകാരും കുടിച്ച് മതിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഒരു കൈ പ്രത്യക്ഷപ്പെട്ടു. രാജാവ് ഇരുന്നതിൻ്റെ മുകളിൽ ചുമരിൽ ആ കൈ ഒരു എഴുത്തെഴുതി. നിങ്ങൾക്കറിയാവോ എഴുത്തെന്തായിരുന്നു? മെനെ മെനെ തെക്കലുഫർസീൻ. ആകെ ഞെട്ടിപ്പോയി. വല്ലാത്തൊരു കയ്യും വല്ലാത്തൊരു അക്ഷരവും. ഇതെന്ത് ഭാഷയാണെന്ന് മനസ്സിലാവുന്നില്ല. അവസാനം ചോദിച്ചും പറഞ്ഞ് ദാനിയേലിനെ വിളിച്ചു വരുത്തി. ദാനിയേൽ അത് വായിച്ചു, അർത്ഥം പറഞ്ഞു. അർത്ഥം ഇങ്ങനെയായിരുന്നു: കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ എണ്ണി, ഞാൻ നിന്നെ തുലാസിൽ തൂക്കി, നീ കുറവുള്ളവനാണെന്ന് കണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി നീ കൊല്ലപ്പെടും, നിന്റെ രാജ്യം 4 വിഭജിക്കപ്പെടും, അത് 4 പേരുടെ അധികാരത്തിൽപ്പെട്ടു പോകും. പ്രിയപ്പെട്ടവരെ, ഇതായിരുന്നു ആ എഴുത്തിൻ്റെ അർത്ഥം. ഇത് വായിച്ച് കേട്ടപാടെ 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ഉടനെ രാജാവിൻ്റെ മുഖഭാവം മാറി, അവൻ വിചാരങ്ങളാൽ പരവേശനായി, അവൻ്റെ അരയുടെ ഏപ്പ് അഴിഞ്ഞു, കാൽമുട്ടുകളാടിപ്പോയി. ഭയം ഒരാളെ രോഗിയാക്കി തീർക്കും. എന്തൊക്കെ സംഭവിച്ചു? ബൽശസ്സർ രാജാവ് മുഴുവനായിട്ടും തകർന്നുപോയി. ഒന്നവൻ്റെ മുഖം വിളറി, വെട്ടിയാൽ ചോരയില്ലാതെ മുഖം വിളറി വെളുത്തുപോയി. നമുക്കറിയാം, ഭയം ഒരു പരിധി വിട്ടാൽ മുഖം വിളറി വെളുക്കും. അവൻ്റെ മനസ്സ് വല്ലാതെ ഭ്രമിച്ചു, അവൻ്റെ ഹാർട്ട് ബീറ്റ് കൂടി, അവൻ്റെ ശരീരം തളർന്നു, അവൻ്റെ അരക്കെട്ടിൻ്റെ ബലം നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നടു തളർന്നു, അവൻ്റെ കാൽമുട്ടുകൾ കൂട്ടിയിടിച്ചു എന്ന് വെച്ചാൽ കാൽ തളർന്നു, നെടുമ്പാട് വീണുപോയി. ഓർക്കുക, ഭയം ഒരാളെ രോഗിയാക്കും. ഇതൊരു ശാസ്ത്രീയ സത്യമാണ്. ഭയം ഒരാളെ രോഗിയാക്കും. ഇനി ഓരോ ഉദാഹരണം കൂടെ പറയാം, അതും പഴയ നിയമത്തിൽ നിന്നാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 25-ാം അധ്യായത്തിൽ നാബാൽ എന്നു പേരുള്ളൊരു മനുഷ്യനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആളുടെ പേര് നാബാൽ എന്നാണ്. നിങ്ങൾക്ക് അത്ര പരിചയം കാണില്ല ഈ നാബാലിന്. ഈ നാബാൽ ആരാന്നറിയാമോ? വലിയ സമ്പന്നനായ ഒരു മനുഷ്യനാണ്. ആയിരക്കണക്കിന് ആടുകളെ വളർത്തുന്ന ഒരു മനുഷ്യനാണ്. ഒരുപാട് ഏക്കർ സെൻറ്ററുള്ള ഒരു ജന്മിയാണ്. ഈ മനുഷ്യൻ്റെ വീട്ടിൽ ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഉത്സവം നടക്കുകയാണ്. രോമം കത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വേണ്ടവണ്ണം പിടികിട്ട് കാണില്ല. ഈ ചെമ്മരിയാടുകളെ വളർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം പാല് കറന്നെടുക്കുക എന്നുള്ളതല്ല. അതിൻ്റെ രോമം വ്യാപാരം ചെയ്യാൻ വേണ്ടി വർഷത്തിൽ ഒരിക്കലോ 2 പ്രാവശ്യമോ ഇത് ഷേവ് ചെയ്തെടുക്കും. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സംഭവം? അത് ഭയങ്കര രസമുള്ളൊരു സംഭവം. ഒരു പ്രത്യേക മെഷീൻ ഉപയോഗിച്ചാണ് ഈ ആടുകളുടെ രോമം കത്തിരിച്ചെടുക്കുന്നത്. പണ്ടൊക്കെ കത്തിക്കൊണ്ട് വടിച്ചെടുക്കുമായിരുന്നു. ഈ ആട് അവസാനം ഇതിൻ്റെ രോമം മുഴുവനും ഇങ്ങോട്ട് വടിച്ച് മാറ്റി കഴിയുമ്പോൾ വസ്ത്രമില്ലാത്തതുപോലെ അങ്ങോട്ട് പോകും. പ്രിയപ്പെട്ടവരെ, ഈ ആടിൻ്റെ വലിയ രോമക്കുപ്പായം ഇങ്ങോട്ട് വടിച്ചെടുക്കുക. ഇതുകൊണ്ടാണ് മനോഹരമായ കമ്പിളികളും പുതപ്പുകളും കോട്ടുകളും ഒക്കെ ഉണ്ടാക്കുന്നത്. അത് ധരിച്ചാൽ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒരിറ്റ് ഊഷ്മാവ് പുറത്തേക്ക് പോകില്ല. അത് ധരിക്കുന്ന പോലെ എയർ കണ്ടീഷനായിട്ട് അവിടെ അങ്ങ് ഇരിക്കും. തണുപ്പ് രാജ്യത്ത് ആളുകളെ ഏറ്റവും കൂടുതൽ തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നത് ചെമ്മരിയാടിൻ്റെ രോമം കൊണ്ടുള്ള ഉടുപ്പുകളാണ്. ഇതിനു വേണ്ടിയാണ് ആടിനെ വളർത്തുന്നത്. ഇതിന് രോമം കത്തിരിക്കുന്ന നാളിൽ ഇതിൻ്റെ ഉടമസ്ഥന് കോടികളുടെ വരുമാനം ഉണ്ടാവും. അതുകൊണ്ട് അതൊരു വലിയ ഉത്സവമായിട്ടാണ് നടത്തുക. വലിയ വിരുന്നൊരുക്കും, ഒരുപാട് ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. ആടുകളെയൊക്കെ പാകപ്പെടുത്തി അവർ ആഘോഷമായിട്ട് തിന്നും. ഇങ്ങനെയുള്ള വിരുന്ന് നടക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, ദാവീദ് മഹാരാജാവ് ശൗൽ രാജാവിനെ പേടിച്ച് അവൻ്റെ അനുയായികളോടുകൂടെ ഒളിച്ച് പാർക്കുന്ന കാലമാണ്. നാബാലിൻ്റെ വീട്ടിൽ
ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഉത്സവമുണ്ടെന്നറിഞ്ഞിട്ട് ദാവീദ് തൻ്റെ അനുയായികളെ പറഞ്ഞു വിട്ടു അവിടെ നിന്ന് ആഹാരം വാങ്ങിക്കൊണ്ടുവരാൻ. കാരണം വിരുന്ന് നടക്കുവാണല്ലോ. ഇവർ നാബാലിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ നാബാൽ നല്ലോണം മൂത്തിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, കള്ള് മൂത്താ പിന്നെ ഒന്നുറക്കെ പറഞ്ഞേരെ, കണ്ണ് കാണത്തില്ല. ആരാടാ അത്? ഞങ്ങളിങ്ങനെ ദാവീദ് പറഞ്ഞിട്ട് വന്നതാ, ദാവീദിൻ്റെ അനുയായികളാണ്. ദാവീദ് അവിടെ വിശന്നിരിക്കുവാണ്, ഞങ്ങൾക്ക് ആഹാരത്തിനൊരു നിവൃത്തിയുമില്ല, ഇവിടെ ഉത്സവമുണ്ടെന്നറിഞ്ഞ് വന്നതാണ്, ആഹാരം തന്നേക്കണം. ആരാ ദാവീദ്? അവനെന്താ ഇവിടെ കാര്യം? ഞാൻ അവനെ അറിയില്ല, ഇവിടെ നിന്നൊന്നും തരാനും ഒക്കില്ല, നിങ്ങൾക്ക് പോവാം. ചില മിടുക്കന്മാരങ്ങനെയാണ്. ഞാനിത് അഭിനയിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. പ്രിയപ്പെട്ടവരെ, നാബാൽ അവരെ അങ്ങേയറ്റം അങ്ങ് പരിഹസിച്ചു. ഇവർ പറഞ്ഞു, യജമാനനെ, ഇവിടുത്തെ ആടുകൾക്ക് പലപ്പോഴും ഞങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ളതാണ്, ഒന്നും പറയണ്ട, ഇവിടെ നിന്ന് കിട്ടൂല, പൊക്കോ. അവരങ്ങ് മടങ്ങിപ്പോയി. ഇത് കേട്ടുകൊണ്ട് നിന്ന് ചില ബാല്യക്കാർ തൽക്ഷണം അപ്പുറത്തേക്ക് ഓടി. നാബാലിനൊരു ഭാര്യ ഉണ്ടായിരുന്നു, അബീഗയിൽ എന്നാണ് അവളുടെ പേര്. അതീവ സുന്ദരിയും അതുപോലെ ബുദ്ധിമതിയുമായ ഒരു പെണ്ണായിരുന്നവൾ. ഹല്ലേലൂയാ. അതീവ സുന്ദരിയും അതുപോലെ ബുദ്ധിമതിയുമായ ഒരു പെണ്ണായിരുന്നു അവൾ. എന്താ പേര്? അബീഗയിൽ എന്നായിരുന്നു അവളുടെ പേര്. അവളുടെ അടുത്ത് ചെന്ന് ബാല്യക്കാർ പറഞ്ഞു, പൊന്നയജമാനത്തി, സംഭവം പറ്റിച്ചു. എന്തേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു? ദാവീദിനെ യജമാനത്തിക്ക് അറിയില്ല, യജമാനനും അറിയില്ല. പല പ്രാവശ്യവും ദാവീദ് ഞങ്ങളുടെ ആടുകൾക്ക് പ്രൊട്ടക്ഷൻ തന്നിട്ടുള്ളതാണ്. സിംഹത്തെ വെറും കൈകൊണ്ട് കീറിക്കളയുന്ന മനുഷ്യനാണ് അയാൾ. കരടിയെ വലിച്ചു കീറുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ശത്രുക്കൾ ആടുകളെ കൊള്ളയിടാൻ വന്നപ്പോൾ വാളിൻ്റെ വായ്ത്തല കൊണ്ട് 10ഉം 100ഉം പേരെ ഒറ്റയ്ക്ക് നിന്ന് അരിഞ്ഞു വീഴ്ത്തിയവനാണ് ദാവീദ്. ദാവീദിൻ്റെ ആളുകളെയാണ് യജമാനൻ ഇവിടെ നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് 100 വരെ എണ്ണുന്നതിന് മുമ്പ് ദാവീദ് അരയ്ക്ക് വാൾ കെട്ടി പാഞ്ഞു വരും. ദാവീദ് അരയ്ക്ക് വാൾ കെട്ടിയത് പരമാർത്ഥമാണെങ്കിൽ ഈ കുടുംബം മുടിച്ചിട്ടേ പോകത്തുള്ളൂ. യജമാനത്തി, അപകടമാണ്, യജമാനൻ ചെയ്തത് ഭയങ്കര അബദ്ധമാണ്. അബീഗയിൽ ഒന്ന് കുടഞ്ഞെഴുന്നേറ്റു. അവൾ ഉടനെ തൻ്റെ ബാല്യക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് ക്രമീകരണം ചെയ്യുക. അവൾ എന്താ പറഞ്ഞത്? 200 അപ്പം, 2 തുരുത്തി വീഞ്ഞ്, പാചകം ചെയ്ത 5 ആടുകൾ. പാചകം ചെയ്ത 5 ആടുകൾ എന്ന് പറഞ്ഞാൽ അവരാടുകളെ പാചകം ചെയ്യുന്ന നമ്മളെപ്പോലെ ആടിനെ വെട്ടി കഷ്ണമാക്കി പിന്നെയും ചെറിയ കഷ്ണമാക്കിയിട്ടൊന്നുമല്ല. ഒരാടിനെ അങ്ങോട്ട് കൊന്ന് തൊലി ഉരിച്ച് അതിൻ്റെ അകത്തുള്ള അഴുക്ക് അങ്ങോട്ട് എടുത്ത് മാറ്റിയാൽ ആ ആടിനെ അങ്ങനെ തന്നെ തലയും കണ്ണും ഒക്കെ അടക്കാ പുഴുങ്ങുക. എന്നിട്ട് കൊണ്ടുവന്ന് മേശപ്പുറത്തോട്ട് വെച്ചാൽ 4 ചുറ്റും ആൾക്കാരിരുന്ന് അതിൽ നിന്ന് അള്ളിപ്പറിച്ച് വറക്കുക തിന്നുക. ഇപ്പോഴും അവരങ്ങനെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ വിരുന്നാണെങ്കിൽ ഒരു വലിയ ആടിനെ ഉറപ്പായിട്ട് നടുക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. മൊത്തത്തിൽ പുഴുങ്ങി അങ്ങ് വയ്ക്കും, കണ്ണും തലയൊക്കെ ഉണ്ടാവും. വേണമെങ്കിൽ തന്നാൽ മതി, ഇല്ലെങ്കിൽ തിന്നണ്ട. നമുക്കത് പരിചയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചിലരൊക്കെ ചേച്ചെന്ന് വയ്ക്കുന്ന സ്ത്രീകൾ. എൻ്റെ പൊന്നു സഹോദരിമാരെ, 5 ആട് പാചകം ചെയ്തത് തീർന്നില്ല. 5 പറ മലർ, 100 ഉണക്കമുന്തിരിക്കുല, 200 അത്തിയട. ഇതെല്ലാം പെട്ടെന്ന് തയ്യാറാക്കി 10 കഴുതപ്പുറത്തായിട്ട് കയറ്റി ഈ സ്ത്രീ മുമ്പിൽ പുറപ്പെട്ടു. അവൾ പുറപ്പെട്ട് വീട്ടിൽ നിന്ന് ഏറെ ദൂരം ചെല്ലും മുമ്പ് കൊടുങ്കാറ്റ് വേഗത്തിലാണ് ദാവീദും അവൻ്റെ അനുചരന്മാരും വരുന്നത്. ദാവീദിൻ്റെ മുഖത്ത് അഗ്നി ആളിക്കത്തുകയാണ്. ഊരിയ വാൾ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ദാവീദ് വരുന്നത്. ഇവിടെ വന്നിട്ട് വാൾ ഊരി വെട്ടാനുള്ള സാവകാശം പോലും ദാവീദ് ബാക്കി വെച്ചിട്ടില്ല. ദാവീദ് കൊടുങ്കാറ്റ് പോലെ വരികയാണ്. നിലം തൊട്ടല്ല ദാവീദിൻ്റെ വരവ്. ഇവൻ്റെ വരവ് ദൂരെ നിന്ന് കണ്ടപ്പോൾ അനുചരന്മാർ പറഞ്ഞ്, യജമാനത്തി, ആ വരുന്ന ആളാണ് ദാവീദ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. ഈ പെൺകുട്ടി പെട്ടെന്ന് കഴുതപ്പുറത്തു നിന്നിറങ്ങി നിലത്തേക്ക് ഓടിച്ചെന്ന് കമിഴ്ന്നടിച്ചു വീണു. പൊന്നയജമാനനെ, നിൽക്കണമേ, എന്നെ ഒന്ന് കേൾക്കണമേ, എൻ്റെ ഭർത്താവ്, അയ്യോ അവനൊരു ഭോഷനാണ്, അവൻ്റെ പേര് പോലെ തന്നെയാണ് അവൻ്റെ സ്വഭാവവും. നാബാൽ എന്ന പേരിൻ്റെ അർത്ഥം ഭോഷൻ എന്നാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഭർത്താവോ അവൻ്റെ പേര് പോലെ തന്നെ ഒരു ഭോഷനാണ്. യജമാനനെ, എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് മുഴുവൻ സ്വീകരിച്ച് പ്രസാദിക്കണം. ദൈവജനൻ്റെ വീട്ടിലേക്ക് പോകരുത്, എൻ്റെ കുടുംബത്തെ ഉന്മൂലനാശം വരുത്തി കളയരുത്, എന്നോട് കരുണ തോന്നണം. ഇതാണ് സത്യത്തിൽ ആ സ്ത്രീയുടെ സൗന്ദര്യം. വിനയം, താഴാനുള്ള മനസ്സ്, ക്ഷമ ചോദിക്കാനുള്ള മനസ്സ്, ഭർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടി അവളെടുത്ത നിർണായക തീരുമാനം. ഇതാണ് ഒരു സ്ത്രീയുടെ സൗന്ദര്യം. മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. കണ്ണിൻ്റെ അഴകോ, മൂക്കിൻ്റെ അഴകോ, മുഖത്തിൻ്റെ അഴകോ, വേഷം കെട്ടുമ്പോഴുണ്ടാകുന്ന അഴകോ അല്ല സൗന്ദര്യം. നിങ്ങൾക്കൊന്നെങ്കിലും മനസ്സിലാവുന്നുണ്ടോ?
മനസ്സിലായെങ്കിൽ നന്നാവൂലോ അല്ലേ? മനസ്സിലാകാതിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ ഒരു സുന്ദരിയാണ്. ദാവീദ് അവളെ കണ്ടു, അവളുടെ സൗന്ദര്യം ബോധ്യപ്പെട്ടു, അവളുടെ മനോഭാവം ബോധ്യപ്പെട്ടു. ദാവീദ് തണുത്തു. അതെ, തലയിൽ ഐസ് വെള്ളം വീണതുപോലെ ദാവീദ് തണുത്തു. വാളവൻ ഉറയിലിട്ടു. അവൾ കൊണ്ടുചെന്നതെല്ലാം സ്വീകരിച്ചു. നിന്നെ പ്രതി ഞാൻ മടങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞു. അബീഗയിൽ തിരിച്ചുപോയി. വീണ്ടും അവൾ ബുദ്ധി കാണിച്ചു. വീട്ടിൽ ചെന്നിട്ട് അവളൊരക്ഷരം പോലും ഭർത്താവിനെ അറിയിച്ചില്ല. നമ്മുടെ സഹോദരിമാരെ വല്ലവരും അറിഞ്ഞ് അപ്പം തന്നെ തിരിച്ചു പോയിട്ട് എളിക്ക് 2 കുത്തും കുത്തിയിട്ട് ഭർത്താവിനോട് 4 എണ്ണം പറഞ്ഞേനെ. അതെ, സമയം നോക്കി സംസാരിക്കാൻ പഠിക്കണം സഹോദരി. അതാണ് വിവേകം. കള്ള് മൂത്തിരിക്കുമ്പോൾ ഭർത്താവിനോട് തട്ടിക്കയറാൻ പോയാൽ വായല പല്ലിൻ്റെ എണ്ണം കുറയുമെന്നുള്ളത് ഉറപ്പാണ്. പല സഹോദരിമാരെ ഇരന്ന് മേടിച്ചാണ് പല്ലിൻ്റെ എണ്ണം കുറഞ്ഞത്. പിന്നെ ഒറ്റ ഗുണമുള്ളൂ, പല്ല് പറിക്കാൻ ഒറ്റ കാശും കൊടുക്കണ്ട. ഭർത്താവിനോട് സമയം നോക്കാതെ വർത്താനം പറയാൻ പോയാൽ മതി. അബീഗയിൽ കുഴപ്പമുണ്ടാക്കിയില്ല. അവൾ വീട്ടിൽ പോയി സ്വസ്ഥമായിരുന്നു. പിറ്റേന്ന് രാവിലെ കള്ളിറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾ നാബാലിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ചോദിച്ചു, എൻ്റെ പ്രിയനെ, ഇന്നലെ എന്ത് ഭോഷത്വമാണ് പ്രവർത്തിച്ചത്? എന്താ? ദാവീദ് ആരാണെന്നറിയാമോ? ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? അദ്ദേഹം ഇവിടെ വന്നിരുന്നെങ്കിൽ ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചു. പാതി വഴിക്ക് വെച്ച് ഞാൻ മടക്കി വിട്ടില്ലെങ്കിൽ തുണ്ടം വെട്ടിക്കളയുമായിരുന്നു. നിങ്ങളെ മാത്രമല്ല, ഈ കുടുംബത്തെ മൊത്തം. ഇത് കേട്ടപാടെ നാബാലിൻ്റെ അവസ്ഥ എന്തായി എന്ന് നമ്മൾ ബോധ്യപ്പെട്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുന്ന നിമിഷത്തിൽ വചനം വായിക്കുന്നത് ഇങ്ങനെയാണ്: അത് കേട്ട് അവൻ്റെ ഹൃദയം നിർജീവമായി, അവൻ കല്ലുപോലെയായിപ്പോയി. എന്ന് വെച്ചാൽ അവൻ്റെ ശരീരത്തിലെ രക്തഓട്ടം നിന്നുപോയി. ശരീരത്തിലെ രക്തഓട്ടം നിന്നുപോയാൽ പിന്നെ കരിങ്കല്ല് പോലെയാ ശരീരം. അതിന് വേറെ ഒരു ചലനവുമില്ല, അനക്കാൻ പറ്റില്ല. അവൻ കിടന്ന കിടപ്പിലായിപ്പോയി, അവൻ തളർന്നു വീണുപോയി. ഭയമൊരാളെ, അതാണ് നമ്മുടെ സബ്ജക്റ്റ്, അത് മറക്കരുത്. ഭയമൊരാളെ രോഗിയാക്കി തീർക്കും. ആ കിടന്ന കിടപ്പിൽ നിന്ന് നാബാൽ എഴുന്നേറ്റില്ല. അവൻ ആ കിടന്ന കിടപ്പിൽ മരിച്ചുപോയി. ഭയം ഒരാളെ രോഗിയാക്കുക മാത്രമല്ല, മരണത്തിൽ വരെ കൊണ്ട് എന്നെത്തിക്കും. ഭയം. നാബാൽ മരിച്ചുപോയി. അതിൻ്റെ ബാക്കി ഇപ്പോൾ പറയുന്നില്ല. നാബാൽ മരിച്ചുപോയി എന്നോർത്ത് ദാവീദ് അബീഗയിലിനെ വഴിയാധാരമാക്കിയില്ല. ദാവീദ് അവളെ കല്യാണം കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ കേൾക്കുന്ന ചിലരെങ്കിലും ഏതെങ്കിലും വിഷയത്തിലുള്ള ഭയം നിമിത്തം രോഗികളായി തീർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക.